ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കിന്ന് ബീഫ് ഫ്രൈഡ് റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് തന്നെ ബീഫ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് ബീഫിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വരത്തുള്ളൂ. സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് അടച്ച് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. എന്നാലാണ് ബീഫിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കത്തുള്ളൂ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബീഫിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിലേക്ക് ബീഫ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമുക്ക് കുക്കർ അടച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ നന്നായിട്ട് ആവി വന്ന ശേഷം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഒരു 3 വിസിൽ വരുമ്പോൾ തന്നെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. വെയിറ്റ് ഒക്കെ റിമൂവ് ചെയ്ത ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ബീഫൊക്കെ നല്ലൊരു 80% കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന വെള്ളമാണ് അത്. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി പെരുംജീരകം പൊട്ടിച്ച് അതിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവോള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴന്നു വന്ന ശേഷം ഇതിലേക്ക് വേവിച്ച ബീഫ് ചേർത്ത് കൊടുക്കാം, അതിൻ്റെ സ്റ്റോക്കോട് കൂടി. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം വറ്റി വരുന്നതും വരെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ എപ്പോഴും കാസ്റ്റ് ചെയ്യേണ്ട ചീനച്ചട്ടി തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എന്നാലാണ് നല്ല ബ്ലാക്ക് കളറിലുള്ള ബീഫ് ഫ്രൈ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊരു ബ്ലാക്ക് കളർ ആകുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല കളർ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിരത്തിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് എല്ലാം ബ്ലാക്ക് കളറായി വന്നോളൂ. ഇപ്പോൾ കണ്ടോ, നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് പ്രതീക്ഷിക്കുന്നു. അടുത്ത റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.